എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ടേസ്റ്റി ഇന്നോവേഷൻസ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വൈനാണ്, സ്ട്രോബെറി ഓറഞ്ച് വൈൻ. ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ വരികയാണ്, അപ്പോൾ എല്ലാവരും വൈനൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലായിരിക്കും. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് ഒരു 3 to 4 ഡേയ്സിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റുന്നൊരു വൈനാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. സ്ട്രോബെറി നമ്മൾ നന്നായി കഴുകിയ ശേഷം തീരെ വെള്ളം ഇല്ലാതെ ഒരു ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത്. ആദ്യം നമ്മൾ ചെയ്യുന്നത് സ്ട്രോബെറി നന്നായിട്ട് ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ കൈ കൊണ്ട് ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. സ്ട്രോബെറി നമ്മൾ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഓറഞ്ച് ചേർക്കുകയാണ്. ഈ ഒരളവ് സ്ട്രോബെറി വെച്ചിട്ട് ഒരു 4 അല്ലി ഓറഞ്ചാണ് ഞാൻ ചേർക്കുന്നത്. ഓറഞ്ച് നമ്മൾ സ്ട്രോബെറി ചെയ്ത പോലെ തന്നെ നന്നായിട്ട് ഉടച്ചെടുക്കുക. ഓറഞ്ച് നമുക്ക് ഓരോന്നായി ഇട്ട് കൊടുത്തിട്ട് ഉടച്ചെടുക്കാം. സ്ട്രോബെറി ഓറഞ്ച് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർക്കുകയാണ്. പഞ്ചസാര ഇനിയും നമ്മൾ ചേർക്കും, പക്ഷേ അത് വെള്ളം ഒഴിച്ച ശേഷമാണ് ചേർക്കുന്നത്. ഇപ്പോൾ തൽക്കാലം 5 ടേബിൾ സ്പൂണോളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം തിളപ്പിച്ചിട്ട് ചൂടാറിയ ശേഷമാണ് നമ്മൾ ഒഴിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് വീണ്ടും പഞ്ചസാര ചേർക്കുകയാണ്. ഒരു 3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പഞ്ചസാര നന്നായി അലിഞ്ഞ ശേഷം നമ്മൾ ഒരു 1/4 ടീസ്പൂണോളം ഈസ്റ്റ് ചേർക്കുകയാണ്. 1/4 മുതൽ ഒരു 1/2 ടീസ്പൂണോളം നമുക്ക് ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് 1 ടീസ്പൂണോളം നാരങ്ങ നീര് ചേർക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി നമ്മളിതൊരു ഗ്ലാസ് ബോട്ടിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഭരണി ഉണ്ടെങ്കിൽ അതിലായിരിക്കും ബെസ്റ്റ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഗ്ലാസിൻ്റെ ബോട്ടിലാണ് സൂക്ഷിക്കുന്നത്. അടച്ചു വെച്ചിട്ട് സൂക്ഷിക്കാം. ഞാനിപ്പോൾ ഇത് ബോട്ടിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് ഗോതമ്പ് മണി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ക്ലോസ് ചെയ്തിട്ട് അടപ്പ് നന്നായിട്ട് അടച്ച ശേഷം തുണി വെച്ചിട്ട് കെട്ടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് കുറച്ച് ദിവസം നമ്മൾ സൂക്ഷിച്ച് വെക്കും. എത്ര ദിവസം വെക്കണോ അത്ര ദിവസം നല്ലതാണ്. ഞാൻ ഒരു 3-4 ദിവസമാണ് സൂക്ഷിച്ചത്. ഡെയിലി നമ്മൾ എടുത്തിട്ടൊന്ന് കുലുക്കി കൊടുക്കണം. അങ്ങനെ നമ്മളുടെ വൈൻ മിക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഡെയിലി നമുക്കത് കുലുക്കി കൊടുക്കാം. എന്നിട്ട് 3-4 ദിവസം കഴിഞ്ഞിട്ട് നോക്കാം. അങ്ങനെ 4 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമ്മളെ കണ്ടില്ലേ, മോൾ ഭാഗം നന്നായിട്ട് പതഞ്ഞുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഒരു പാത്രം വെച്ചിട്ട് ഒരു സ്ട്രെയിനർ ഉപയോഗിച്ചിട്ട് നമ്മൾ അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വളരെ കുറച്ച് ക്വാണ്ടിറ്റിയാണ് നമ്മൾ ചെയ്യുന്നതെന്ന്. ഈ ഒരു ക്വാണ്ടിറ്റി വെച്ചിട്ട്, സ്ട്രോബെറിയുടെ ക്വാണ്ടിറ്റി വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു 700 ml വൈൻ മാത്രമേ കിട്ടുള്ളൂ. നമ്മൾ വൈനൊക്കെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു ഷുഗർ കാരമലൈസ് ചെയ്തിട്ടൊരു സിറപ്പ് ഒഴിക്കും. അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ വെച്ചു. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഷുഗർ ചേർക്കുക. നമ്മളിത് ചെറു തീയിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഷുഗർ ഒന്ന് കാരമലൈസ് ആയി കിട്ടണം. അപ്പോൾ അത് മെൽറ്റാവാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് മെൽറ്റായ ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ചൂടുവെള്ളമാണ്, തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് മെൽറ്റായി വന്നു. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 1 കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കാം. ഇനി ഇത് ചൂടാറിയ ശേഷമാണ് നമ്മൾ വൈനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടാറാൻ വേണ്ടി വയ്ക്കാം. ഷുഗർ സിറപ്പ് ചൂടാറിയ ശേഷം നമുക്ക് വൈനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ വൈൻ ഉപയോഗിക്കാൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബോട്ടിലാക്കിയിട്ട് എത്ര ദിവസം വേണമെങ്കിലും സൂക്ഷിക്കാം. ഇനി നമുക്കിത് ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മളെ വൈൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബോട്ടിൽ ഒഴിച്ചിട്ട് സൂക്ഷിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഒരു 3-4 ദിവസത്തിനുള്ളിൽ എടുക്കാതെ കുറേ ദിവസം വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. വൈൻ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കണം. അപ്പോൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക. അതിനുവേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും പുതിയ റെസിപ്പീസുമായിട്ട് കാണാം. എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നു. താങ്ക്